പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏപ്രിൽ 9-ാം തീയതി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന CPM-ൻ്റെ 86 സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ CPM പ്രഖ്യാപിച്ചു. അവരിൽ കുറേ പേര് റോഡ് ഷോയും നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ തങ്ങൾക്കെന്തോ വലിയ മുൻതൂക്കം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു എന്നുള്ള മിഥ്യാധാരണയിലാണ് CPM എന്ന് പറഞ്ഞ പാർട്ടി. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഉള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ പലപ്പോഴും CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടികകളെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. CPM-ൻ്റെ സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ അവർക്ക് തിരഞ്ഞെടുപ്പുകളിൽ മുൻതൂക്കമുണ്ടായിട്ടുള്ള ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ നല്ല സ്ഥാനാർത്ഥികളെ, ഒട്ടേറെ ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ, വനിതകളായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവരെയൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരികയും മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് CPM. എന്നാൽ ആ പാർട്ടി ഇത്തവണ മുന്നോട്ട് വച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകൾ എടുത്ത് നോക്കിയാൽ ഏറ്റവും ചീഞ്ഞളിഞ്ഞ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ചർച്ച പറയാനുള്ളത്. CPM പറയുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഉടനെ തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ രംഗത്തിറക്കി, ഞങ്ങൾക്ക് മുൻതൂക്കം കിട്ടിയെന്നൊക്കെയല്ലേ. ശുദ്ധ അസംബന്ധമാണത്. കഴിഞ്ഞ ഒരു 4-5 തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ ഏറ്റവും മോശമായ, ഏറ്റവും ചതഞ്ഞരഞ്ഞ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് CPM ഇത്തവണ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ 2021 തെരഞ്ഞെടുപ്പ് 21 സ്ഥാനാർത്ഥി പട്ടിക പോലും ഇതിനേക്കാൾ താരതമ്യേന മെച്ചമായിരുന്നു എന്ന് പറയേണ്ടി വരും. കുറേ പുതുമുഖങ്ങളായിട്ടുള്ള ചെറുപ്പക്കാർ അവരൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് വേണേൽ പറയാം. ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ഒരുപാട് പേരൊക്കെ ഒഴിവാക്കപ്പെട്ടിരുന്നുവെങ്കിലും ചില മെച്ചങ്ങൾ 2021 ആ സ്ഥാനാർത്ഥി പട്ടികയിലുമുണ്ട്. എന്നാൽ ഇന്നത്തെ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? ഏറ്റവും വൃത്തികെട്ട ഒരു സ്ഥാനാർത്ഥി പട്ടിക. ഈ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളവരാരൊക്കെയാണ്? രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചവർ, സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ, കൊലക്കേസിലെ പ്രതി, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സ്വത്ത് കണ്ടുകെട്ടപ്പെട്ട നേതാവ്, കേരളമൊട്ടാകെയുള്ള ജനങ്ങൾ സ്ത്രീലമ്പടൻ എന്ന് വിളിച്ച നേതാവ്, ഗുരുതരമായിട്ടുള്ള രോഗബാധിതരായിട്ടുള്ള നേതാവ്, ഒന്നിലധികം സ്ഥാനങ്ങൾ വഹിച്ച് വീണ്ടും സ്ഥാനം വഹിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന നേതാക്കന്മാർ, അങ്ങനെയൊക്കെയുള്ള ആരോപണ വിധേയരുടെ ഒരു ആരോപണ വിധേയരെ ഒരു കീറച്ചാക്കിലാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ലേ CPM ചെയ്തിട്ടുള്ളത്. CPIയുടെ സ്ഥിതിയും അത് തന്നെയല്ലേ. അപ്പം ബാക്കി ഇനി അങ്ങനെയുള്ള കുറേ നേതാക്കന്മാർ, ബാക്കിയുള്ളവരാരാ? ബാക്കിയുള്ളവരെല്ലാം കഴിഞ്ഞ തവണ മത്സരിച്ചവർ തന്നെ, കഴിഞ്ഞ തവണ മത്സരിച്ച MLA-മാർ തന്നെ ഈ തവണ മത്സരിക്കുന്നു. എന്നാൽ കഴിവുണ്ട് എന്ന് പാർട്ടി അണികൾ പറയുന്ന എത്രയോ നേതാക്കന്മാർക്ക് അവസരം നഷ്ടപ്പെട്ടു. കഴിവുണ്ടെന്ന് പാർട്ടി അണികൾ പറയുന്ന നേതാവിനെ തോൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട, പാർട്ടി തോൽക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുൻതൂക്കവും ഇടതുപക്ഷത്തിന് ഈ സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് അവകാശപ്പെടാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ വടക്കുന്ന് ഇങ്ങോട്ട് എടുത്തു നോക്കിയേ. കഴിഞ്ഞ തവണ 40,000-ലധികം വോട്ടിന് ജയിച്ച പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന TI മധുസൂദനനെ അവിടെ മത്സരിപ്പിച്ചിരിക്കുന്നു. CPM-നെ അത് തന്നെ ഏറ്റവും കൂടുതൽ ജനകീയ പിന്തുണയുണ്ട് എന്ന് അണികൾ പറയുന്ന KK ശൈലജയെ പേരാവൂർ എന്ന് പറഞ്ഞ് തോക്കുന്ന മണ്ഡലത്തിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചിരിക്കുന്നു. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായിട്ടുള്ള PK ശൈലജയെ ഉറച്ച സീറ്റായിട്ടുള്ള തളിപ്പറമ്പിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചിരിക്കുന്നു. CPM-ൻ്റെ മറ്റൊരു ഉറച്ച കോട്ടയായിട്ടുള്ള
തലശ്ശേരിയിൽ കൊലക്കേസ് പ്രതിയെ ആയിട്ടുള്ള കാരായി രാജനെ മത്സരിപ്പിച്ചിരിക്കുന്നു. ഇതാണ് കണ്ണൂരിൽ, അതായത് CPM ഏറ്റവും വലിയ ഉറച്ച കോട്ടയിലെ സ്ഥിതിയാണ് ഞാനീ പറയുന്നത്. പയ്യന്നൂരിൽ ഇപ്പോൾ ധനരാജ് ഫണ്ട് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന V കുഞ്ഞികൃഷ്ണൻ അവിടെ മത്സരരംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് കണ്ണൂരിലെ സ്ഥിതി. ഇനി മറ്റു ജില്ലകൾ കോഴിക്കോടൊക്കെ എടുത്ത് നോക്കിയാൽ കോഴിക്കോടെല്ലാം മത്സരിച്ചിരുന്ന പഴയ ആളുകൾ തന്നെ. അവിടെ മത്സരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് പല നേതാക്കന്മാർക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ മരുമകൻ അവിടെ മത്സര രംഗത്തുണ്ട്. തൃശ്ശൂരാണ് ഞാൻ പറഞ്ഞ പോലെ കുന്നംകുളത്ത് AC മൊയ്തീൻ എന്ന് പറയുന്ന കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വത്ത് കണ്ടുകെട്ടിയ AC മൊയ്തീനെ പോലും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മാറ്റി നിർത്താൻ CPM കഴിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. AC മൊയ്തീനെ അവിടെ മത്സരിപ്പിച്ചിരിക്കുന്നു. ഇപ്പുറത്തേക്ക് വന്നാലുള്ള അവസ്ഥ എന്താ? അവിടെ പൊന്നാനിയിൽ MK സക്കീർ എന്ന് പറഞ്ഞൊരുത്തനെ മത്സരിപ്പിക്കുന്നുണ്ട്. അവൻ ആരാണ്? പൊന്നാനി എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ CPM ഉറച്ച കോട്ടയാണ് പൊന്നാനി. നിരന്തരമായി CPM ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി. ഇമ്പിച്ചി ബാവ മുതൽ ഉറച്ച കോട്ടയാണ് അവിടെ. ആ ഉറച്ച കോട്ടയിൽ MK സക്കീർ എന്നും പറഞ്ഞിട്ട് കാൽ പൈസയ്ക്ക് കൊള്ളാത്ത, മലപ്പുറത്തെ സാധാരണ അണികൾക്ക് അറിയാൻ പോലും പാടില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ചിരിക്കുന്നു. അയാളെ ഇതിനു മുമ്പ് 6 വർഷം PSC ചെയർമാനാക്കി. PSC ചെയർമാൻ സ്ഥാനത്ത് പോയപ്പം അയാളെ വഖഫ് ബോർഡിൻ്റെ ചെയർമാനാക്കി. വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരിക്കുമ്പോൾ അയാളെ CPM ഉറച്ച കോട്ടയായിട്ടുള്ള പൊന്നാനിയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ്. പിന്നെ പതിവ് പോലെ കോടീശ്വരന്മാർ വേറെ അവിടെ മത്സരിക്കുന്നുണ്ട്. KT ജലീലിനെ പോലും മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ പിന്നെ മലപ്പുറത്ത് CPM കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂരത്തെ കാര്യം ഞാൻ പറഞ്ഞു, AC മൊയ്തീൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി തെക്കോട്ട് വന്നാലുള്ള സ്ഥിതി എന്താ? സ്ത്രീലമ്പടൻ എന്ന് കേരളത്തിലെ ജനങ്ങൾക്കാകെ അറിയാവുന്ന ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ. സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നമുക്കറിയാം. ഇപ്പം ശബരിമല പെരുംകൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ വിവാദ പുരുഷനായി മാറിയിരിക്കുന്ന ആളും കടകംപള്ളി സുരേന്ദ്രനാണ്. ആ കടകംപള്ളി സുരേന്ദ്രനെ കഴക്കൂട്ടത്തു നിന്ന് മത്സരിപ്പിച്ചിരിക്കുന്നു. വി ശിവൻകുട്ടി രോഗാതുരനാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഗുരുതരമായ ഒരു രോഗം ബാധിച്ച ആളാണ് ശിവൻകുട്ടി. ആ ശിവൻകുട്ടിയാണ് നേമത്ത് മത്സരിപ്പിച്ചിരിക്കുന്നത്. വി ജോയ് എന്ന് പറഞ്ഞ വർക്കലയിലെ MLA ഉണ്ട്. അയാൾ ആദ്യം MLA ആയിട്ട് മത്സരിച്ച് ജയിച്ചു. അത് കഴിഞ്ഞ് അയാൾ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി. ആ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അയാൾ ലോക്സഭയിലേക്ക് മത്സരിച്ചു. ഇപ്പോൾ വീണ്ടും അയാളെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നിലയിൽ ഒരു ചീഞ്ഞ ഒരു ഭാണ്ഡക്കെട്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക. കൊള്ളാമെന്ന് പറയുന്ന എത്ര സ്ഥാനാർത്ഥികൾ അതിനകത്ത് കാണിക്കാൻ പറ്റും? പുതുമുഖങ്ങളായിട്ട് ആരുണ്ട്? ഉള്ളവർ ഞാനീ പറഞ്ഞ MK സക്കീറിനെ പോലെയും PK ശ്യാമളെ പോലെയൊക്കെ ഉള്ള ആളുകളാണ് പുതുമുഖങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയാവുന്നത്. അത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിലും അവരെ കൊണ്ടുവരുന്ന മത്സരിപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ മുമ്പന്തിയിൽ നിന്നൊരു പാർട്ടിയാണ് CPM. എത്രയോ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ ചെറുപ്പക്കാരും പുതുമുഖങ്ങളും ഒക്കെ അതിനകത്ത് വന്നിരിക്കും. പേരെടുത്ത് പറയുമ്പോൾ ഒരുപാട് പേരുടെ പേരുകൾ പറയും. അങ്ങനെ ഒരാളെ പോലും കാണിക്കാനില്ലാത്ത ഒരു ചീഞ്ഞളിഞ്ഞ വസ്തുക്കൾ കുത്തി നിറച്ച ഒരു ഭാണ്ഡക്കെട്ടായിട്ടാണ് LDFൻ്റെ സ്ഥാനാർത്ഥി പട്ടിക എനിക്ക് കാണാൻ കഴിയും. എന്നാൽ മത്സരിക്കാത്തവരെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കി. M സ്വരാജ് മത്സരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയല്ല. ഒരു തവണ MLA ആയിരുന്നു, ഒരു തവണ തോക്കുകയും ചെയ്ത ആളാണ്. ഉള്ളതിൽ വെച്ച് കൊള്ളാവുന്നൊരു സ്ഥാനാർത്ഥിയായിരുന്നില്ലേ M സ്വരാജ്? മത്സരിപ്പിച്ചുകൂടായിരുന്നു. ഉള്ളതിൽ വെച്ച് തെറ്റില്ലാത്ത ഒരു നേതാവല്ലേ എന്താണ് TM തോമസ് ഐസക്ക്? മത്സരിപ്പിച്ചുകൂടായിരുന്നു. വനിതകൾ എത്ര പേരുണ്ട്? CS സുജാത, അതൊക്കെ പോലുള്ള എത്രയോ വനിതാ നേതാക്കന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ മത്സരിപ്പിച്ചുകൂടായിരുന്നു. ഒന്നുമില്ല. അതുകൊണ്ട് ആവേശം നമുക്കുണ്ടാക്കുന്ന ഒരാൾ പോലും ഇതിനകത്തില്ല. കഴിഞ്ഞ തവണ മത്സരിപ്പിച്ചവരെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുന്നു. കൊലക്കേസിലെ പ്രതികളെ മത്സരിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതികളെ മത്സരിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. കരുവന്നൂർ കേസിൽ സ്വത്ത് കണ്ടുകെട്ടിയ നേതാവിനെ മത്സരിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല. 5-6 സ്ഥാനം വഹിച്ചവരെ വീണ്ടും മത്സരിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല. കോടീശ്വരന്മാരെ മത്സരിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല. സ്ത്രീലമ്പടന്മാരെ മത്സരിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല.
ഗുരുതരമായ രോഗബാധിതരെ മത്സരിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല, ഒന്നും ഒരു കുഴപ്പമില്ല. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം ആദ്യം പൂർത്തിയാക്കി. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ. അവർ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ കാണാൻ കഴിയുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ എന്ന് മാത്രം മനസ്സിലാക്കുക. ഇതാണ് CPM ഇന്നത്തെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക. CPM ഈ നേരത്തെ പറഞ്ഞ ഒരു ചീഞ്ഞ ഭാണ്ഡക്കെട്ടായി അതപ്പത് ചീഞ്ഞ് പുഴുത്തുനാറി പുഴുവരിക്കുന്നൊരു സംവിധാനമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഈ നേരത്തെ പറഞ്ഞ ചീഞ്ഞ് പുഴുത്തു നാറിയ ഒരു ഭാണ്ഡക്കെട്ട് പോലെ തോന്നിക്കുന്ന CPM സ്ഥാനാർത്ഥി പട്ടിക.